ഭിന്നശേഷിയും ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയം എന്നതാണ് ഈ സെഷൻ്റെ ഒരു തലക്കെട്ട്. ആർട്സ് കോളേജിലേക്കുള്ള തിരിച്ചുവരവുകൾ ഏറ്റവും ആഘാതപ്രദമായ ഒരു അനുഭവമാണ്. കാരണം ആർട്സ് കോളേജിൽ ഡിഗ്രി പഠിക്കുകയും ആർട്സ് കോളേജിൽ 10 വർഷം അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഞാൻ. ആർട്സ് എന്നെ സംബന്ധിച്ച് വലിയ വികാരമാണ്. ഒരുപാട് ഓർമ്മകളുള്ള ക്യാമ്പസാണ്. ഏത് വിധത്തിലായാലും ആർട്സിലേക്കുള്ള തിരിച്ചുവരവുകൾ എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്. പിന്നെ കൂടെ ഇരിക്കുന്ന ഈ ആളുകൾ, ഹക്കീം മാഷ്, അഖില, ഹീര തുടങ്ങിയ ആളുകൾ എനിക്ക് വളരെ കാലമായി അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട ആളുകളാണ്. ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇടപെടുന്ന ആളുകളാണ്. ഈ ആളുകളോടൊപ്പം സംസാരിക്കാൻ ഒരവസരമുണ്ടാവുക എന്നതും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അങ്ങേറ്റം പ്രാധാന്യമുള്ള, ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഭിന്നശേഷിയും ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയം എന്ന വിഷയം സംസാരിക്കുവാൻ, അതിനകത്ത് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ഏറ്റവും യോഗ്യരായ ആളുകളെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വേദിയിൽ നമ്മൾ സംസാരിക്കുന്ന ഒരാൾ ഡോക്ടർ AK അബ്ദുൽ ഹക്കീമാണ്. ഹക്കീം മാഷെ അറിയാത്ത ആളുകൾ ഒരുപക്ഷെ കോഴിക്കോട് ഉണ്ടാകില്ല, കോഴിക്കോടല്ല കേരളത്തിൽ ഉണ്ടാകില്ല എന്ന അവസ്ഥ ഏറെക്കുറവുണ്ട്. ഹക്കീം മാഷ് നമുക്കൊക്കെ അറിയുന്ന കേരള ലിറ്ററസി ഫെസ്റ്റിവലിൻ്റെ KLF-ൻ്റെ സംഘാടകനാണ്. കേവലം സംഘാടകൻ എന്ന് പറഞ്ഞാൽ പോരാ, ഹക്കീം മാഷാണ് KLF-ൻ്റെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ. എത്രയോ കാലമായിട്ട് ആ ഫെസ്റ്റിവൽ കേരളത്തിൻ്റെ ഒരു ലിറ്ററസി ഫെസ്റ്റിവലായി മാറിയിട്ടുണ്ട്. ആ ഫെസ്റ്റിവലിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്, KLF-ൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഫിലിം ഫെസ്റ്റിവലുകൾ, ഇങ്ങനെയുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നു. നമ്മുടെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളെ, സാഹിത്യത്തെയൊക്കെ ജനകീയമാക്കുന്നതിൽ നമ്മുടെ ഫെസ്റ്റിവലുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അതിന് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട പ്രേരക ശക്തി ഹക്കീം മാഷാണ്. ഹക്കീം മാഷിൻ്റെ ഈ സദസ്സിലെ പ്രസക്തി എന്നുള്ളത് KLF-ൻ്റെ സംഘാടകൻ എന്നുള്ളതല്ല, മറിച്ച് ഹക്കീം മാഷ് ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ എത്രയോ കാലമായി സജീവമായ പ്രവർത്തനം നടത്തുന്ന, ഇടപെടൽ നടത്തുന്ന ഒരാളാണ്. ഹക്കീം മാഷ് ഈ മാറുന്ന വിദ്യാഭ്യാസം, പുതിയ ടീച്ചറും പുതിയ കുട്ടിയും, ശിലയിൽ തീർത്ത സ്മാരകങ്ങൾ, പുനത്തെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ശിലയിൽ തീർത്ത സ്മാരകങ്ങൾ പോലുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വലിയ സകാത്മകമായ ഇടപെടൽ നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട്, അതിന് ഫലമായിട്ട് അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന എന്താ പറയുക, ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരമൊക്കെ നേടിയ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയാണ് ഹക്കീം മാഷ്. അദ്ദേഹം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് മലയാളത്തിൽ ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന് പുസ്തകങ്ങളുണ്ട്. ഈ ഒരു പ്രശ്നം, ഏറ്റവും സജീവ ശ്രദ്ധ അർഹിക്കുന്ന ഈ വിഷയം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും സജീവമായി നിലനിർത്തുവാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുന്ന ഒരു അക്കാദമിഷ്യനാണ്, വിദ്യാഭ്യാസ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ് ഹക്കീം മാഷ്. ഇങ്ങനെയുള്ള ഭിന്നശേഷി മേഖലയുമായി ഹക്കീം മാഷെ ബന്ധപ്പെടുത്തുന്ന, അതിനെ നിലനിർത്തുന്ന എത്രയോ വിശേഷണങ്ങൾ ഹക്കീം മാഷ്ക്കുണ്ട്. അടുത്ത ഒരാൾ ഹീരയാണ്, ഹീര VS. ഹീര VS നമ്മുടെ കോളേജിൽ മലയാള ഭാഷകളിൽ ഗവേഷണം നടത്തുന്ന ഒരാളാണ്, ഗവേഷകയാണ്. ഹീര തൃശ്ശൂർക്കാരിയാണ്. ഹീര സ്പെഷ്യൽ സ്കൂളിലും സാധാരണ നമ്മൾ കുട്ടികൾ വ്യാപരിക്കുന്ന വിദ്യാലയങ്ങളിലൊക്കെ പഠിച്ച കുട്ടിയാണ്. 2 തരത്തിലുള്ള ഈ അധ്യയനത്തിൻ്റെ ഓർമ്മകൾ, അനുഭവങ്ങൾ ഉള്ള ഒരാളാണ് ഹീര. ഹീര റിസർച്ച് സ്കോളർ മാത്രമല്ല, ഹീര കേരള ബ്ലൈൻഡ് ഫുട്ബോൾ ടീമിലെ അംഗം കൂടിയാണ്. ബ്ലൈൻഡ് ഫുട്ബോൾ ടീമിലെ അംഗം എന്ന നിലയിൽ നാഷണൽസ് പങ്കെടുത്ത, ബ്ലൈൻഡ്സ് ഫുട്ബോൾ ടീമിന് ഇന്ത്യൻ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുത്ത ഒരാളാണ് ഹീര. നീന്തലിലും ബ്ലൈൻഡ് ചെസ്സിലുമൊക്കെ പ്രാവീണ്യം തെളിയിച്ച അസാധാരണ വ്യക്തിത്വമുള്ള ഒരാളാണ് ഹീര. ഹീര നമ്മുടെ കോളേജിൽ റിസർച്ച് ചെയ്യാൻ വരുന്ന സമയത്ത് ആദ്യമായി സംസാരിച്ച ഒരാൾ ഞാനാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഹീരയെ കാണുമ്പോൾ, ഹീരയോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാകും. ഹീര അങ്ങനെ പോസിറ്റീവ് എനർജി കാണുന്നവരിൽ, കേൾക്കുന്നവരിലൊക്കെ നിറയ്ക്കുന്ന ഒരാളാണ്. ഹീരയ്ക്ക് തീർച്ചയായിട്ടും ഹീര അനുഭവിച്ച ലോകത്തെക്കുറിച്ച്, അനുഭവിക്കുന്ന ലോകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ടാകും. മറ്റൊരാൾ നമുക്ക് സംസാരിക്കാനുള്ള ഒരാൾ അഖില M ആണ്. അഖിലയും ഇതേപോലെ മലയാള വിഭാഗത്തിൽ
മലയാള വിഭാഗത്തിന് കീഴിൽ ഗവേഷണം നിർവഹിക്കുന്ന ഒരാളാണ്. അഖില കോഴിക്കോടുകാരിയാണ്, രാമനാട്ടുകാരക്കാരിയാണ്. അഖില മലയാള നോവലിനെ കേന്ദ്രീകരിച്ചാണ് അഖിലയുടെ പഠനം. ഇന്ത്യൻ നോവലിലെ പാൻ സങ്കല്പം മലയാള നോവലിനെ കേന്ദ്രീകരിച്ചുള്ള പഠനമാണ്. നമ്മുടെ കോളേജിലെ സോണി ടീച്ചറാണ്, നിമ്മി ടീച്ചറാണ് അഖിലയുടെ മാർഗദർശി. അഖിലയ്ക്കും ഈ വിഷയത്തിൽ കാര്യമായ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ എന്ന് വിചാരിക്കുന്നു ഞാൻ. ഈ മേഖലയിൽ ഒരുപക്ഷെ അഖില അക്കാദമികമായ ചില ശ്രമങ്ങൾ നടത്തി തുടങ്ങിയ ഒരു ഘട്ടമാണിത്. എന്തായാലും നമുക്ക് ഈ ചർച്ച ഹീരയിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം ഹീര ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ, ചില അന്വേഷണങ്ങൾ നടത്തുന്ന ഒരാളാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹീര രണ്ടാം ക്ലാസ് വരെ കാണുകയൊക്കെ ചെയ്തിരുന്ന കുട്ടി പിൽക്കാലത്ത് ക്രമേണ കാഴ്ചയില്ലാതാവുകയൊക്കെ ചെയ്ത ഒരാളാണ്. ആദ്യകാലത്ത് സാധാരണ കുട്ടികൾക്കൊപ്പം അസാധാരണം എന്ന വാക്ക് പ്രയോഗിക്കുന്നിടത്ത് ക്ഷമിക്കുക. കാരണം ചില വാക്കുകൾ നമുക്ക് ഒഴിവാക്കാനാകാത്ത ചില വാക്കുകളുണ്ട്. നമ്മൾ ഈ ഡിസബിലിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നതിനകത്ത് ഡിസബിലിറ്റി എന്ന വാക്കിനകത്ത് തന്നെ നൈതികതയില്ലാത്ത ചില സൂചനയുണ്ട്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ അക്കാദമിക് മേഖലകളിൽ ആ വാക്കാണ് ഉപയോഗിച്ച് വരുന്ന ഒരു ബദൽ വാക്ക് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ പ്രയോഗത്തിലില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ രണ്ട് തരം സ്കൂളിൽ, സ്പെഷ്യൽ സ്കൂളിലും അങ്ങനെ അല്ലാത്ത സ്കൂളിലും പഠിച്ചു വന്ന ഒരാളാണ് ഹീര. അപ്പം ഇത്തരം രണ്ട് അനുഭവങ്ങൾ ഹീരയ്ക്കുണ്ട്. ഈ രണ്ട് അനുഭവങ്ങൾ കൊണ്ട് എങ്ങനെയാണ് സ്കൂൾ എന്ന ഒരു വ്യവസ്ഥ എങ്ങനെയാണ് ഈ കുട്ടികളെ രണ്ട് രീതിയിൽ രൂപപ്പെടുത്തുന്നത്. ഒരു സ്പെഷ്യൽ സ്കൂളിൽ ഒരു കുട്ടിയെ, ബ്ലൈൻഡായ കുട്ടിയെ, ഭിന്നശേഷി കുട്ടിയെ എങ്ങനെ സ്വാധീനിക്കുന്നു, അല്ലാത്ത സ്കൂൾ അന്തരീക്ഷം ഒരു കുട്ടിയെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇപ്പം അതിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് പക്ഷേ ഹീരയ്ക്ക് സംസാരിക്കാൻ കഴിയും. ഹീര അത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഹീരയുടെ സംസാരത്തിൽ നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. നമസ്കാരം. ആദ്യമേ തന്നെ ഇങ്ങനൊരു അവസരം തന്നതിന് ACLFൻ്റെ എല്ലാ സംഘാടകരോടും നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങാം. മാഷ് പറഞ്ഞ പോലെ തന്നെ രണ്ട് സ്പെഷ്യൽ സ്കൂളും അതുപോലെ സൈറ്റഡ് സ്കൂളിലും പഠിച്ച രണ്ട് അനുഭവങ്ങൾ ഉണ്ട്. 7 വയസ്സിലാണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത്. അതിനുശേഷം 2ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയാണ് കുന്നംകുളം ഗവൺമെൻറ് ബ്ലൈൻഡ് സ്കൂളിൽ പഠനം തുടങ്ങി. അപ്പോൾ ഒരു 1.5 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ ബ്ലൈൻഡ് സ്കൂളിൽ എത്തിപ്പെടുന്നത്. കാഴ്ച പോയ സമയത്ത് ഇനി തുടർന്ന് പഠിക്കാൻ പറ്റുമോ, ഇത്തരത്തിൽ സ്പെഷ്യൽ സ്കൂളുകൾ ഉണ്ടോ, അതിനെക്കുറിച്ചൊന്നും എൻ്റെ ഫാമിലിക്ക്, പാരൻസിന് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അന്വേഷിച്ചറിഞ്ഞ് മോളെ പഠിപ്പിക്കണം, ഇങ്ങനെ വീട്ടിലിരുത്തിയാൽ പോരാ എന്ന എൻ്റെ മാതാപിതാക്കളുടെ നിശ്ചയദാർഢ്യത്തിലാണ് ഞാൻ സ്പെഷ്യൽ സ്കൂളിൽ എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ എന്നെ പോലെ തന്നെ ഉള്ളവർ വളരെ കുറച്ച്, ആ സ്കൂളിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 30 ആയിരുന്നു അന്ന്. ആ 7 ക്ലാസ്സുകളിലായിട്ട് 30 കുട്ടികൾ. ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് 7ാം ക്ലാസ്സിൽ 4 കുട്ടികൾ. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എല്ലാവരുടെ കൂടെ കളിച്ച് നടക്കുന്ന ഒരു പ്രായത്തിൽ കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെതായ പിടിവാശികളിൽ ചെന്നപ്പോൾ എനിക്ക് 7 വയസ്സ് വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു നിറമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഇമാജിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അതുപോലും ഇല്ലാതെ ബൈ ബർത്ത് ബ്ലൈൻഡ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ കണ്ടപ്പോഴാണ് കുഴപ്പമില്ല, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, സാരല്ല, ഇനി കാണില്ലെങ്കിൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്നൊരു ഇതിലേക്ക് മാറുന്നത് അവിടെ നിന്നിട്ടാണ്. മാത്രമല്ല, ഒന്നിലും കാണാത്തത് കൊണ്ട് പിന്നിലേക്ക് പോവരുത് എന്നുള്ള എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഒരു ആഗ്രഹം, അതുമാണ് മുന്നോട്ട് എത്തിച്ചത്. പിന്നെ പ്രധാനമായിട്ടും പറയാനുണ്ടായിരുന്നത് എൻ്റെ അധ്യാപകരാണ് സ്പെഷ്യൽ സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഹീര എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് അല്ലെങ്കിൽ ആരാകണം, എൻ്റെ ഉള്ളിൽ എന്തൊക്കെ കഴിവുകളുണ്ട് എന്നുള്ളത് തിരിച്ചറിയാനും എനിക്കതിനെ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയതും ആ സ്പെഷ്യൽ സ്കൂളിൽ നിന്നാണ്. അതിനുശേഷം 7ാം ക്ലാസ് കഴിഞ്ഞ് ഇനി സൈറ്റഡ് സ്കൂളിൽ പഠിക്കണം. അപ്പോൾ വീടിൻ്റെ അടുത്ത് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പുത്തൂർ ഗവൺമെൻറ് സ്കൂളിൽ വരികയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഫേസ് ചെയ്ത ഒരു വലിയ പ്രശ്നം, 4 കുട്ടികൾ പഠിച്ചെടുത്ത് നിന്ന് 48 കുട്ടികളിലേക്ക് മാറുകയാണ് എൻ്റെ സഹപാഠികൾ. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാനെല്ലാം കേട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം സൈറ്റഡ് സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ശബ്ദം, ബഹളം എല്ലാം ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ 48 കുട്ടികളിൽ നമുക്ക് മാത്രം ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്.
തുടക്ക സമയത്ത് നല്ല ആശങ്കയുണ്ടായിരുന്നു ചെല്ലുമ്പോൾ. പക്ഷെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ, അതുപോലെ തന്നെ അവിടെ റിസോഴ്സ് ടീച്ചർ ഉണ്ടായിരുന്നു, അവരുടെയും എൻ്റെ അധ്യാപകരുടെയും ഹെൽപ്പോടുകൂടി കൃത്യമായിട്ടുള്ള അറ്റൻഷൻ എനിക്ക് എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് പിന്നീട് +2 ആണെങ്കിലും ഇപ്പോൾ ഇവിടെ PhD വരെ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് മറ്റുള്ളവരായിട്ട് ഇടപഴകാൻ ഒരു പ്രയാസം കാര്യമായിട്ട് അനുഭവിച്ചിരുന്നെങ്കിൽ തന്നെയും അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൂടെ എനിക്ക് എൻ്റെ അധ്യാപകരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കൂടെ പഠിക്കുന്ന ഇൻ്റലക്ച്വലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളിലാണ് ആ ഒരു പ്രശ്നം ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. കാരണം കൃത്യമായിട്ട് 1ാം ക്ലാസ് മുതൽ സൈറ്റഡ് സ്കൂളിൽ കുട്ടികളുടെ ഒപ്പം പഠിച്ചു വരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് കൃത്യമായിട്ട് അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പല സാഹചര്യത്തിലും ഞാനത് ഓവർകം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹീര സംസാരിച്ച് ഹീര അത്തരത്തിലുള്ള വിവേചനങ്ങൾ കാര്യമായിട്ട് സ്കൂൾ കാലയളവിൽ അനുഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഹീരയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശാരീരികാവസ്ഥ, നമ്മൾ എല്ലാവർക്കും വ്യത്യസ്തമായ ശാരീരികാവസ്ഥയുള്ള ആളുകളെ നമ്മളൊക്കെ പൂർണ്ണമായ ശാരീരിക എന്താ പറയുക പൂർണ്ണതയോ അല്ലെങ്കിൽ പൂർണ്ണമായ മാനസിക പക്വതയോ ഒന്നും ആർക്കും അവകാശപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. ശാരീരികമായ പൂർണ്ണത അല്ലെങ്കിൽ നോർമൽ ശരീരം, നോർമൽ മനസ്സ് എന്ന ഒന്നില്ല യഥാർത്ഥത്തിൽ. നമ്മുടെയൊക്കെ കാഴ്ചശേഷി വ്യത്യസ്തമാണ്, നമ്മുടെയൊക്കെ കേൾവിശേഷി വ്യത്യസ്തമാണ്, നമ്മുടെയൊക്കെ മാനസിക ശേഷിയും ഭൗതിക ശേഷിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ നമ്മളെല്ലാവരും അപൂർണരാണ്, അല്ലെങ്കിൽ എല്ലാവരും പൂർണ്ണരാണ്. ഇങ്ങനെ ഈ നോർമൽ അബ്നോർമൽ എന്നുള്ള ഒരു വിവേചനം, ഒരു വേർതിരിവ് യഥാർത്ഥത്തിൽ എന്താ പറയുക ശുദ്ധ അസംബന്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ സ്കൂൾ അനുഭവങ്ങൾ. നമ്മൾ ഹീരയുടെ സ്കൂൾ അനുഭവങ്ങളിൽ അങ്ങനെ വലിയ വിവേചനങ്ങൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ഹീരയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ഹീരയുടെ കഴിവുകളെ വളർത്തിയെടുത്ത ഒരു അധ്യാപക സമൂഹവും ഹീരയുടെ ചുറ്റുമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരം കൂട്ടുകാരുണ്ടായിരുന്നു പറയുണ്ടായി. ഹീരയിൽ വ്യത്യസ്തമായ ഒരു ശാരീരികാവസ്ഥ ഉള്ള ഒരാളാണ്, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ശാരീരികാവസ്ഥയുള്ള ആളാണ് അഖില. മസ്കുലാർ ഡസ്ട്രോഫി എന്ന സവിശേഷമായ മസ്കുലാർ ഡസ്ട്രോഫി നമ്മുടെ പേശികളുടെ ബലത്തെ ക്ഷയിപ്പിക്കുന്ന ഒരു ശാരീരികാവസ്ഥയാണ്. ആ ശാരീരികാവസ്ഥയുള്ള ഒരാളാണ് അഖില. അഖില ഹീരയുടെ പോലെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ പോയ ആളല്ല എന്നെ എൻ്റെ അറിവ്. പക്ഷേ ഹീര സ്കൂൾ കാലം കടന്നു വന്ന്, കോളേജ് കാലം കടന്നു വന്ന് ഇവിടെ ഗവേഷിക്കുകയിരിക്കുന്ന ഒരാളാണ്. ഹീരയുടെ ഈ സ്കൂൾ കാലത്ത്, വിദ്യാഭ്യാസ കാലത്ത് പക്ഷേ ഹീര അനുഭവിച്ചിരിക്കാനിടയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരു ഭിന്നശേഷിയുള്ള മനുഷ്യനോട് നമ്മുടെ ലോകം, നമ്മുടെ സ്കൂൾ, നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ കോളേജ് എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് ഹീരയ്ക്ക് പറയാൻ കഴിയും. അഖില മാറിപ്പെടുന്ന ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു അവസരം തന്നതിന് ACLFൻ്റെ ടീമിനോട് നന്ദി പറയുന്നു. സാർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഡിഫറെൻ്റാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അത് ഇപ്പം ചിലർക്ക് ചില ന്യൂനതകളുണ്ടാകാം, ചിലത് മേന്മകളുണ്ടാകാം, ശാരീരികമാകാം, ഭൗതികമാകാം, പലതരത്തിൽ വരാം. അപ്പം എന്നെ സംബന്ധിച്ച് ബൈ ബർത്ത് ജന്മനാൽ ശാരീരികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിച്ചു വരുന്ന ആളാണ് ഞാൻ. ഇന്ന് കാണുന്ന പോലെ ഇത് തന്നെ പല ഘട്ടങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഹീര അവളുടെ അനുഭവങ്ങൾ പറഞ്ഞു. ഒരു ബ്ലൈൻഡ് അനുഭവിക്കുന്നത് പോലെ ഉള്ള എക്സ്പീരിയൻസ് അല്ല ഒരു ഡെഫ് അനുഭവിക്കുന്നത്. അത് രണ്ടുമല്ല ഒരു ഇപ്പം എന്നെ പോലെ ചലനശേഷിയിൽ വരുന്നത്. ഞാൻ ഒരു 2 വർഷം മുമ്പ് വരെ ഇതിനേക്കാൾ വളരെ മികച്ച ശാരീരിക അവസ്ഥയിൽ വന്ന ആളാണ് ഞാൻ. ജന്മനാൽ ഭിന്നശേഷിയാണെങ്കിൽ കൂടി അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ആളായിരുന്നു. സ്കൂളുകളിലൊക്കെ ഞാൻ സാധാ സ്കൂളുകളിൽ തന്നെയാണ് പഠിച്ചത്. എൻ്റെ നാട്ടിൽ തന്നെയുള്ള LP സ്കൂൾ, UP സ്കൂൾ. അവിടേക്കൊക്കെ കുട്ടികളുടെ കൂടെ പോവുക അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് പ്രയാസമായിരുന്നു. എന്നെ അമ്മ അച്ഛൻ അങ്ങനെ ആരെങ്കിലും കൂടെ വന്നിട്ട് ആക്കി തരലാണ് 7ാം ക്ലാസ് വരെ ഉള്ള സമയത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ
രാമനാട്ടുകര സേവാമന്ദിരം സ്കൂളിലാണ് പഠിച്ചത്. അവിടേക്ക് ഓട്ടോയ്ക്ക് പോകുമായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. ഓട്ടോയ്ക്കൊക്കെ തനിച്ച് തന്നെയാണ് പോകാറുണ്ടായിരുന്നത്. അവിടെയൊക്കെ എനിക്ക് നല്ല സുഹൃത്തുക്കളെ, കൂട്ടുകാർ, കൂടെ പഠിക്കുന്ന കുട്ടികളെ, അധ്യാപകരെ, ഇവരുടെയൊക്കെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഞാൻ ആ ഒരു കാലഘട്ടം, ഒരു +2 വരെയുള്ള കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, പഠനമായാലും പാഠ്യേതരമായാലും എല്ലാത്തിനും മുൻപന്തിയിലുണ്ടായിരുന്ന ആളായിരുന്നു. എല്ലാത്തിനും കയറി ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അങ്ങനത്തെ ഒരു അതുകൊണ്ട് തന്നെ ഒരുപാട് ചുമതലകൾ ഒക്കെ കിട്ടാറുള്ള ആളാണ്. അത് കഴിഞ്ഞ് പഠനം 10ാം ക്ലാസ് കഴിഞ്ഞോടുകൂടി പിന്നെ റെഗുലറായിട്ട് പോയി പഠിക്കുക എന്നുള്ളതൊരു പ്രയാസമായി വന്നു. ഈ ഓട്ടോയ്ക്ക് പോയി പഠിക്കാൻ പോകുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് റെഗുലറായിട്ട് പോയി പഠിക്കാൻ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ഒരുപാട് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് സ്കോളർഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അത്രയും വലിയ സപ്പോർട്ടീവ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനെപ്പറ്റി അറിവ് ഈ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. ഇപ്പം അക്കാദമിക്കലായിട്ടൊക്കെയുള്ള, കാരണം ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ ഭിന്നശേഷിക്കാർക്ക് ഇറക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ഈ ഭിന്നശേഷിക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊരു വിഭാഗമായാലും അത് അർഹതയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് അത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇതിനെപ്പറ്റി അറിവില്ലായ്മ, കാരണം ഇത്തരം ആളുകൾക്കായാലും രക്ഷിതാക്കൾക്കായാലും ഇതിനെ പറ്റിയിട്ട് എന്തൊക്കെ അവർക്ക് അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട് എന്നുള്ള അറിവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത്തരം ആളുകളെ കണ്ടെത്തി അവരിലേക്ക് ഈ പദ്ധതികളൊക്കെ എത്തിക്കുക, അവരെ ഉന്നമനത്തിന് വേണ്ടി ഉന്നമനം സാധ്യമാക്കിയെടുക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ എത്തിക്കാൻ പറ്റിയാൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാനൊക്കെ ഇവിടെ എത്തിയത് എൻ്റെ സാധ്യതകളെ ഞാൻ തന്നെ കണ്ടെത്തിങ്ങാണ്ട് അതിലൂടെയൊക്കെ അങ്ങനെ മുന്നോട്ട് പോയാണ് ഇപ്പം ഞാൻ PhD എന്നുള്ള ഒരു ലെവലിലെത്തിയത്. അതുതന്നെ പഠനം എനിക്ക് +2 ശേഷം റെഗുലറായിട്ട് പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയാണ് എൻ്റെ ഡിഗ്രി, PG അതൊക്കെ പഠനമൊക്കെ ചെയ്ത് പൂർത്തിയാക്കിയത്. പക്ഷേ ഇന്നൊക്കെ ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. പക്ഷേ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇതെന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. അറിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ഒരു കോളേജ് ജീവിതം എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിന് അന്ന് സാധിച്ചില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പദ്ധതികളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ ആ ഒരു ഉത്തരവാദിത്വം കൂടി സമൂഹം കൃത്യമായി നിറവേറ്റിയാലേ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം സാധ്യമാകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. ചിലത് നമുക്ക് കാണാൻ പറ്റും, ചിലത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളതൊക്കെ അത് മൈൽഡായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക്, അവർക്കൊക്കെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള ആളുകളെ അവർക്ക് വേണ്ടുന്ന തരത്തിൽ, ഓരോരുത്തർക്കും പല തരത്തിൽ, ഇപ്പം ഹീരയ്ക്ക് കൊടുക്കേണ്ടുന്ന തരത്തിലുള്ള സപ്പോർട്ടല്ല എനിക്ക് വേണ്ടി വരിക. അപ്പം ആ കാറ്റഗറി അവർക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൽ ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് ഇത്തരം വിഭാഗത്തിൽ. ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ മതിയാവും, സുകേഷ് കുട്ടനൊക്കെ ഐഡിയ സ്റ്റാർ സിംഗറിന് ഒക്കെ ഉണ്ടായിരുന്ന. അപ്പോൾ എന്താണ് ഓട്ടിസം, സെറിബ്രൽ പാൾസി അങ്ങനെ എന്തോ ഉള്ള ആളാണ്. പക്ഷേ നല്ല ഗായകനാണ്. അതുപോലെ ഒരു കുട്ടീൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്, 15ാം വയസ്സിൽ ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. ആ 15ാമത്തെ വയസ്സിൽ ലക്ഷങ്ങൾ സാലറിയോട് കൂടിയിട്ട് ഒരു IT ഫേം ആ കുട്ടീനെ എടുത്തു. കാരണം ആ കുട്ടിക്ക് അതിന് മാത്രമേ കഴിവുള്ളൂ. എല്ലാ സബ്ജക്റ്റുകൾ പഠിക്കുക അതൊന്നും സാധ്യത, പക്ഷെ ആ അറിയുന്ന സബ്ജക്റ്റിൽ ഹീസ് വെരി ബ്രില്യൻറ്റ്. അപ്പോൾ അതുപോലെയുള്ള ആളുകൾ. അപ്പോൾ പക്ഷേ ആ കുട്ടിക്ക് അങ്ങനെ ഉയരാനുള്ള അവസരമുള്ളത് കൊണ്ടാണ് ആ കുട്ടിക്ക് 15 വയസ്സായപ്പോഴേക്ക് ലക്ഷങ്ങൾ സാലറിയോട് കൂടിയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു
IT കമ്പനിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ഇതേ കഴിവുകളുള്ള സാധാരണക്കാരായിട്ടുള്ളവരിലുള്ള ആളുകളുണ്ടാകും. അപ്പോൾ അത്തരം ആളുകളെയും ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ കഴിവിനെ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ സമൂഹത്തിലെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ സമൂഹത്തിനൊരു ബാധ്യതയുണ്ട്. പിന്നെ ഈ ആളുകളെ മാത്രമല്ല, ഇവരുടെ രക്ഷിതാക്കളുടെ അവരുടെ ഒരു സാഹചര്യം, കാരണം ഇത്തരം ആളുകളെയൊക്കെ സംരക്ഷിക്കുന്ന അധികം രക്ഷിതാക്കൾ മാത്രമാണ്. അപ്പോൾ അവർക്ക് അവരുടെ കാര്യത്തിലുണ്ടാകുന്ന ആശങ്ക, പിന്നെ സമൂഹത്തിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ എന്താണ് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇപ്പം രക്ഷിതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമായി മാറ്റാതെ, ഇപ്പം ഞാൻ ഇപ്പം അടുത്ത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഓട്ടിസം എന്തോ ബാധിച്ച ഒരു കുട്ടീൻ്റെതാണ്. ആ കുട്ടീൻ്റെ അമ്മ അങ്ങനെ പറയുന്നതുണ്ട്, ഒന്ന് പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോകാൻ കുറച്ച് അബ്നോർമലായിട്ട് പെരുമാറുന്ന കുട്ടിയാണ്. അപ്പോൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയിട്ട് കാലം കുറേയായി, ആ വീടിനുള്ളിൽ തന്നെ അങ്ങനെയൊക്കെ മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും സമൂഹം ചിന്തിക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല. നോർമലായിട്ട് നടക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെയൊന്നും പരിഗണിക്കുന്നില്ല. പക്ഷേ ഇതേ ആളുകൾ തന്നെ ഒരു ആക്സിഡൻറ്റ് മതി അബ്നോർമലാവാൻ. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജന്മനാൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ച് വരുന്ന ആളാണ്. പക്ഷേ എനിക്ക് ഒരുവിധം കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളതുകൊണ്ട് നോർമൽ സ്കൂളിൽ തന്നെ നോർമൽ കുട്ടികളുടെ കൂടെ എൻ്റെ ബുദ്ധിമുട്ടുകളെ ഓവർകം ചെയ്യാൻ എന്തെങ്കിലും അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ഞാൻ നോർമലായി തന്നെ ജീവിച്ചു പോകുന്ന ആളാണ്. പക്ഷേ ഒരു 2 വർഷം മുമ്പ് ഞാൻ ഒന്ന് വീണു, കാലിൻ്റെ എല്ലൊക്കെ പൊട്ടി കുറച്ചു കാലം കിടപ്പിലായി. അപ്പോഴാണ് അങ്ങനെ ഒരവസ്ഥ അനുഭവിക്കുന്നവരുണ്ടല്ലോ, ആ ആളുകളുടെ മാനസികാവസ്ഥ അവരുടെ വീട്ടുകാരനുഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ടിട്ട് എൻ്റെ വീട്ടുകാരൊക്കെ അനുഭവിക്കുന്ന കൂടുതൽ പ്രയാസങ്ങൾ, അപ്പോൾ നമുക്കുണ്ടാകുന്ന മെൻ്റൽ പ്രശ്നങ്ങൾ, അതൊക്കെ എത്രത്തോളമാണെന്ന് അത്തരം ഒരു അവസ്ഥ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ട് നോർമലായിട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഉള്ളതല്ല കിടപ്പിലായപ്പം ഉള്ളത്. അത് കഴിഞ്ഞിപ്പം റിക്കവർ ചെയ്തു വരുന്ന ഈ ഒരു ഘട്ടത്തിൽ വേറെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പം ഏതൊരാളുടെയും ജീവിതം മാറി മറയാൻ ഒരു സെക്കൻഡ് മതി. ജന്മനാൽ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആക്സിഡൻറ്റ് പറ്റി അരക്കി കീഴ്പോട്ടൊക്കെ തളർന്ന് വീൽ ചെയറിലാണെന്ന് എണീക്കാൻ പറ്റാതാവുന്നൊക്കെ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് ഗവൺമെൻറ് ആയാലും സമൂഹമായാലും നൽകണം. അത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനമുള്ള കാര്യമാണ്. അത് സമൂഹം ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണെന്നൊരു അഭിപ്രായം. അഖില ആവർത്തിച്ച് പറഞ്ഞൊരു വാക്ക് സപ്പോർട്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഭിന്നശേഷി പഠന മേഖലയിൽ അതുപോലെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാണ് 2016 മുതൽ കേരളം, അല്ലെങ്കിൽ 2016 സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ വിദ്യാലയങ്ങളിൽ, കോളേജുകളിലൊക്കെ അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്യാമ്പസുകൾ ഏറെക്കുറെ ഇപ്പോൾ ഈ ഭിന്നശേഷി സൗഹൃദ സ്വഭാവത്തിലുള്ളതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ പടിക്കെട്ട് കയറുന്ന പകരം പലയിടത്തും റാമ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതത്ര ഈ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദ സ്വഭാവത്തിലായിട്ടില്ല എന്ന് നമുക്കറിയാം. ഈ മേഖലയിൽ വളരെ ക്രിയാത്മകമായ ചില ഇടപെടൽ നടത്തിയ ഒരാളാണ് ഹക്കീം മാഷ്. ഞാൻ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി, ആ മേഖലയിൽ SSK ഈ സമഗ്ര ശിക്ഷ കേരളയുടെ കോഴിക്കോട് ജില്ലാ പ്രൊജക്റ്റ് കോർഡിനേറ്ററാണ് ഹക്കീം മാഷ്. ഈ മേഖലയിൽ നടത്തിയ ഏറ്റവും സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ആദരവ് കിട്ടിയ ഒരാളാണ്. ഹക്കീം മാഷ് ഈ അഖില പറഞ്ഞ ഈ ചേർത്ത് പിടിക്കുകയും ആളുകളെ ഇത്തരം വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു ആദരവ് അദ്ദേഹത്തിന് കിട്ടിയത്. ഹക്കീം മാഷ് ഈ സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് സഹായിക്കാൻ വേണ്ടി, ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ചങ്ങാതിക്കൂട്ടം എന്നൊരു പരിപാടി കോഴിക്കോട് നടത്തി വിജയിപ്പിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു പരിപാടിയാണ് ചങ്ങാതിക്കൂട്ടം. മറ്റൊരു പരിപാടി ഈ ഭിന്നശേഷി അനുഭവിക്കുന്ന കുട്ടികളുടെ ഒരു ഗായക സംഘത്തെ മൽഹാർ എന്നൊരു ബാൻഡ് ഹക്കീം മാഷിൻ്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് സാധ്യമായത്.
ഇങ്ങനെ അഖില പറയുന്ന രീതിയിൽ ചേർത്ത് പിടിക്കുന്ന ആളുകളെ കെയർ ചെയ്യുന്ന മനുഷ്യന്മാർ അധ്യാപകർ നമുക്കിടയിലുണ്ട്. പക്ഷേ ഹക്കീമാഷപ്പുറം ആളുകൾ ഇത്തരത്തിലുള്ള മേഖലയിൽ ഇടപെടുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഈ മനോഭാവം ഭിന്നശേഷി അനുഭവിക്കുന്ന മനുഷ്യന്മാരോടുള്ള സാമൂഹിക മനോഭാവത്തെ തിരുത്താൻ വേണ്ടിയാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹക്കീമാഷ്ക്ക് നമ്മുടെ ഈ ഭിന്നശേഷിയുള്ള ആളുകളെ നമ്മുടെ സമൂഹം എങ്ങനെ കാണുന്നു, നമ്മുടെ സാമൂഹിക മനോഭാവം എത്രമാത്രം മാറേണ്ടതുണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകും. അത് ഹക്കീമാഷ് പറയുമെന്ന് ഞാൻ ഈ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും നല്ല ഒരു ഡിസ്ക്രിപ്ഷൻ, അതിലെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ 2 തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഭിന്നശേഷിക്കാരായ ആളുകൾ ഈ ലോകത്ത് അനുഭവിക്കുന്നത്. അതിലൊന്ന് ഫിസിക്കൽ ബാരിയേഴ്സാണ്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്നാൽ നിങ്ങൾക്കറിയാം, ഭൗതികമായ തടസ്സങ്ങൾ. നേരത്തെ സ്റ്റാലിൻ സൂചിപ്പിച്ചതാണ്. നമ്മൾ ആ തടസ്സങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലാണ്. എത്രയോ ഇനി മുന്നോട്ട് പോകാനുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ഉള്ള ഒരു തുടക്കവും കുറച്ചെങ്കിലും ഒരു വളർച്ചയൊക്കെ കാര്യത്തിൽ സാധ്യതയുണ്ട്. ഈ കോളേജിലേക്ക് നിന്ന് കയറി വരാൻ ഒരു ഇലക്ട്രോണിക് വീൽ ചെയറിൽ വേണ്ടി ഒരാൾക്ക് മൂവ് ചെയ്ത് വരാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുന്നത് ഒരു വലിയ പോസിറ്റീവായുള്ള മാറ്റമാണ് ഫിസിക്കൽ ബാരിയേഴ്സ്. പക്ഷേ ഐക്യരാഷ്ട്രസഭ അതിനേക്കാൾ ഊന്നൽ കൊടുക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനം, ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ. ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ കുട്ടികൾ, നാളെയുടെ ഈ ലോകത്തെ ക്രമീകരിക്കേണ്ട ആളുകൾ പഠിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോയിന്റ് മാത്രം പറയണം, കാരണം ചെറിയൊരു ചർച്ചയാണ്. ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ എന്ന് പറഞ്ഞാൽ മനോഭാവപരമായ തടസ്സങ്ങൾ എന്ന് വേണേൽ മലയാളത്തിൽ നമുക്ക് പറയാം. അത് ഈ തടസ്സം അനുഭവിക്കുന്ന ആളല്ല, അതിനനുസരിച്ച് ഈ ലോകത്തെ ക്രമീകരിച്ചു കൊടുക്കുന്നതിന് മാനസികമായി തടസ്സമുള്ള ആളുകളെ കുറിച്ചാണ്. എന്താണ് നമ്മുടെ മനോഭാവം, പൊതുസമൂഹത്തിൻ്റെ മനോഭാവം? അതിൽ പല ഘട്ടങ്ങളില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിച്ച ഹീര 3ാം ക്ലാസ്സിലെത്തുമ്പോൾ ഒരു ജനറൽ സ്കൂളിലേക്ക് മാറുന്നു. ആ സ്കൂളിലെ ടീച്ചർ ആ കുട്ടിക്ക് കണ്ണ് കാണില്ല, ഇനി ആ കുട്ടികൾ കൊണ്ട് അത്രേ പഠിക്കാനാവും എന്ന് അന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഹീരയില്ല. ആ പോസിറ്റീവായ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ മനോഭാവം, ആറ്റിറ്റ്യൂഡിനൽ ഈ ബാരിയർ ഇല്ലാത്ത ഒരു കാഴ്ചപ്പാടിലേക്ക് ആ സ്കൂൾ ടീച്ചർമാർ എത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതേ സ്ഥാനത്ത് പല ടീച്ചർമാരുടെയും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരുടെയും സമൂഹത്തിൻ്റെയും ഒരു കാഴ്ചപ്പാടുണ്ട്, അയ്യോ അതിപ്പോൾ ആ കുട്ടികൾക്ക് നടക്കുക. ഇപ്പം നേരത്തെ നീ സ്റ്റാലിൻ 1-2 പ്രൊജക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. എനിക്ക് അതിനേക്കാൾ ആവേശം നൽകുന്ന ഒരു പ്രൊജക്റ്റ് ഹീരമോളിന് എൻ്റെ കൂടെ പങ്കെടുത്തൊരു പ്രൊജക്റ്റ് ഉണ്ട്. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ ഇന്ന് നീന്തൽ പഠിച്ചിട്ടുണ്ട്. അല്ലേ ഹീര? കോഴിക്കോട് ജില്ലയിലെ കാഴ്ച പരിമിതരായ മുഴുവൻ ആളുകളും നീന്തും. ഇപ്പോൾ ഏത് വെള്ളത്തിൽ വീണാലും വീഴും. ഞാനാണെങ്കിൽ ഇവിടെ നമ്മൾ കോഴിക്കോട് ആ പ്രൊജക്റ്റ് തുടങ്ങിയത് ഹീരോ ഉൾപ്പെടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. കോഴിക്കോട്ടെ 10-18 സ്വിമ്മിംഗ് പൂളുകളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പല ഭാഗങ്ങളിൽ ഈ പരിപാടി നടപ്പാക്കുന്നതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നതെന്ന് അറിയണം. 2018 എന്ന് പറഞ്ഞാൽ സിനിമ കാണുകയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന്. അപ്പോൾ അതിൽ വെള്ളം പൊങ്ങി വരുമ്പോൾ ബാക്കി എല്ലാവരും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഇന്ദ്രൻസൻ്റെ ബ്ലൈൻഡ് ക്യാരക്ടറുണ്ട്. അയാൾക്ക് മാത്രം വെള്ളം പൊങ്ങുന്നത് കാണാൻ പറ്റുന്നില്ല. അയാൾ മുങ്ങി മരിക്കുന്നത്. പിന്നെ നായകൻ വന്ന് രക്ഷിക്കുന്ന സിനിമാറ്റിക് എൻഡ് അല്ലെങ്കിൽ സംഭവിക്കുക എന്താണ്, അയാൾ മുങ്ങി മരിക്കും, ബാക്കി രക്ഷപ്പെടും. സിനിമയിലായതുകൊണ്ട് നായകൻ വന്നാൽ രക്ഷപ്പെടുത്തി, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അയാളാണ് മരിക്കുക. നമ്മളെന്താ ചെറുപ്പം മുതൽ കുട്ടികളോട് പറയുക, അയ്യോ അത് കണ്ണുകാണാത്ത കുട്ടിയാണെങ്കിൽ വെള്ളത്തിനടുത്തേക്കൊന്നും പോരുതേ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഹൈഡ്രോഫോബിക് ആക്കും. ഈ ഹൈഡ്രോഫോബിയ ഉണ്ടാകുന്നത് ബ്ലൈൻഡായ അല്ലെങ്കിൽ കാഴ്ചപരിമിതിയുള്ള കുട്ടിയുടെ പക്ഷത്തുനിന്നല്ല, കുട്ടിയുടെ സംരക്ഷകരുടെ പക്ഷത്തുനിന്നാണ്. ഇതാണ് ആറ്റിറ്റ്യൂഡിലെ ബാരിയർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓരോ കാര്യത്തിലും. ഈ ആറ്റിറ്റ്യൂഡൽ ബാരിയറിനെ മറികടക്കാൻ സമൂഹത്തിന് എപ്പോൾ സാധിക്കുന്നു അപ്പോൾ മാത്രമേ നമുക്കൊരു ഭിന്നശേഷി സൗഹൃദ സമൂഹം സാധ്യമാകും. അപ്പോൾ ഈ ഭിന്നശേഷി സൗഹൃദ സമൂഹത്തിലേക്ക് മാറേണ്ടത് ആദ്യം സോഷ്യൽ സെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ സെൻസിറ്റിവിറ്റിയിലാണ് മാറ്റം വേണ്ടത്. അതിനുള്ള അവസരമാണ് ഇപ്പോൾ ഈ നടക്കുന്ന ചർച്ച പോലും. ഇവിടെ ഇരിക്കുന്ന 50 ആളിൽ ആറ്റിറ്റ്യൂഡൽ ബാരിയർ മാറിക്കിട്ടും. നിങ്ങളുടെ സമീപനം മാറും, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും, നിങ്ങൾ സംസാരിക്കാനോട് മാറും. ഞാനൊക്കെ എവിടെ കിട്ടിയാലും പോയി പറയുന്നത് എഴുതുന്നത് ഒരു ലേഖനം അച്ചടിച്ച് കാണുന്ന സന്തോഷം കൊണ്ടല്ല, അത് വായിക്കുന്ന ഒരു 100 ആൾ അതിൽ നിന്ന് അങ്ങനെ മാറി ചിന്തിക്കുമോ എന്ന ചിന്തയിൽ നിന്നാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന അഖിലയും ഹീരയൊക്കെ മറ്റൊരർത്ഥത്തിൽ ഭിന്നശേഷിക്കാരിൽ
കുറച്ചുകൂടി പ്രിവിലേജഡ് ആണ്. തെറ്റിദ്ധരിക്കരുത് ആ വാക്കിന്. ഞാൻ പറഞ്ഞത് അവർ കോളേജിൽ വരാനും പഠിക്കാനൊക്കെ അവർ പറഞ്ഞല്ലോ പലതും കിട്ടി. ഇതൊന്നും കിട്ടാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് കോഴിക്കോട് ജില്ലയിൽ 17,000 ഭിന്നശേഷി കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്, കോളേജിൽ എണ്ണുന്നില്ല. അതിൽ എത്ര ആൾക്ക് ഈ അവസരത്തിലേക്ക് എത്താൻ പറ്റുന്നു? കേരളത്തിൽ 1,43,000 കുട്ടികൾ ഇക്കൊല്ലം 1 മുതൽ 12 വരെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, വിവിധ തലത്തിലുള്ളവർ. ഇവരെല്ലാവരും ഇപ്പം നേരത്തെ അഖില പറഞ്ഞതുപോലെ ഇതിൻ്റെ കാറ്റഗറൈസ് ചെയ്താൽ നമുക്കറിയാം 2016 ഒരു ഇന്ത്യയിലൊരു നല്ല നിയമം ഉണ്ടായിട്ടുള്ളത്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടിൻ്റെ റൈറ്റ്സ് പറയുന്ന RPW ആക്ട് എന്ന് പറയുന്ന റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട്. അതിൻ്റെ ആദ്യത്തെ വാക്ക് നിങ്ങൾ കാണണം, അത് റൈറ്റ്സ് എന്ന്. അതായത് അതുവരെ നമ്മുടെ സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ഇത്തരം മനുഷ്യരുണ്ട്. ഈ മനുഷ്യർ ഒരു അൺഫിറ്റാണ് എന്നും ഈ ലോകത്ത് ജീവിക്കാൻ പലതരത്തിൽ കൊള്ളരുതാത്തവരാണെന്നും കണ്ട ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സബ് ഹ്യൂമൻ ആക്സെപ്റ്റ് ഒരു കോൺസെപ്റ്റ് ചെയ്യുന്നുണ്ട്. സബ് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് താഴെയുള്ള മറ്റൊരു വർഗം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരെ. പിന്നീട് അതിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്രയോഗമായിരുന്നു നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തത്. ഇതിൻ്റെ അല്ല ഏത് തരത്തിൽ മനുഷ്യർ അൺഫിറ്റ് ആണോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മനുഷ്യർക്ക് എന്തെല്ലാം പോരായ്മയുണ്ട് അവരൊക്കെ കൊന്നുകളിയാ, അല്ലെങ്കിൽ ജസ്റ്റ് ചേമ്പറിലേക്ക് അയക്കുക എന്ന് പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയ പ്രയോഗമായിരുന്നു. അപ്പം ഈ തരത്തിലുള്ള വളരെ ഒരു സബ് ഹ്യൂമൻ കാഴ്ചപ്പാടിലുണ്ടായിരുന്നതിൽ നിന്നും ഘട്ടമായിട്ടാണ് 19-ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെ മനുഷ്യർ എന്ന രീതിയിലൊക്കെ കാണുന്ന കാഴ്ചപ്പാട്. അതുവരെ ഉണ്ടായിരുന്ന ഏതെങ്കിലും അസൈലംസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മാറ്റി പാർപ്പിക്കുക, അവർക്കുള്ള ബേസിക്കായുള്ള ഫുഡ് ക്ലോത്തൊക്കെ കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു കമ്പാഷൻ്റെ ഒരു നിലവാരമായിരുന്നെങ്കിൽ അതിൽ നിന്ന് മെല്ലെ ലോകം മാറുകയും ഒരു 2000 പിറക്കുന്നതോടുകൂടിയൊക്കെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ 1900 ശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടിയാണ് ലോകത്ത് ജനാധിപത്യത്തെക്കുറിച്ച്, മനുഷ്യാവകാശത്തെക്കുറിച്ച്, തുല്യതയെക്കുറിച്ചൊക്കെയുള്ള വലിയ ആശയങ്ങൾ രൂപപ്പെടുന്നത്. ഈ ആശയങ്ങളുടെ ഒക്കെ ഒരു വളർച്ചയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് ഇപ്പം സംസാരിക്കുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയേണ്ടത് സഹതാപം, സഹാനുഭൂതി പോലെയുള്ള വാക്കുകളാണ്. അതിൻ്റെ ഒരാവശ്യവുമില്ല. ഇവിടെയുള്ള ഒരാൾക്കും ഒരു ഭിന്നശേഷിക്കാരോടോ ഒരു ദളിത് സമൂഹത്തോടോ അല്ലെങ്കിൽ ഒരു ഗോത്ര സമൂഹത്തോടോ ഇവിടുത്തെ ഒരു ആദിവാസിയോടോ ഒരു തരത്തിലുമുള്ള സഹതാപത്തിൻ്റെ ആവശ്യമില്ല. കാരണം അതല്ല അവർക്ക് വേണ്ടി. ഹ്യൂമൻ റൈറ്റ്സ് ആണ് അവിടെ. സഹതാപത്തിന് നിലനിൽപ്പില്ല. മനുഷ്യാവകാശം, എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശം ഈ ലോകത്തുണ്ട് എന്ന ഉയർന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഭിന്നശേഷി വിഷയത്തെ പരിഗണിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു RPW ആക്ട് പ്രകാരം 21 കാറ്റഗറിയിലാണുള്ളത്. ഇപ്പം നമ്മളെടുത്ത് 2 കാറ്റഗറിയുടെ ആളുകളുണ്ട്. ഇതുപോലുള്ള മറ്റ് 19 കാറ്റഗറി, അതിലും അപ്പുറം വരെയും കാറ്റഗറികളുണ്ട്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നിയമത്തിന് മുകളിൽ വ്യാഖ്യാനിച്ച് 21 കാറ്റഗറി ഉണ്ട്. ഇനി ഇതിൻ്റെ തന്നെ അവസ്ഥയോ? നേരത്തെ അഖില പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരുവിധം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളാണ്, പക്ഷേ മസ്കുലർ ഡിസ്ട്രോഫി തന്നെ ഒന്നും ആകാതെ ചലനശേഷി ഇല്ലാത്ത മനുഷ്യർ. ഞങ്ങൾ സാധാരണ രീതിയിൽ പ്രൊജക്റ്റിനൊക്കെ ഭാഗമായി ഇതിന് 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് എഡ്യൂക്കബിൾ, ട്രെയിനബിൾ, കസ്റ്റോഡിയൻസ്. അതായത് എഡ്യൂക്കബിൾ ആയിട്ടുള്ള ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ പഠിപ്പിക്കാനൊക്കെ കഴിയും, അല്ലെങ്കിൽ വീട്ടിലെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ വിർച്വൽ ക്ലാസ് റൂം വഴിയൊക്കെ പഠിപ്പിക്കും, കാരണം അവർക്ക് ബുദ്ധിപരമായ മറ്റു പ്രശ്നങ്ങളില്ല. രണ്ടാമത്തെ വിഭാഗം നമുക്ക് ട്രെയിനബിളാണ്. ജീവിതത്തിൻ്റെ അത്യാവശ്യം ആവശ്യങ്ങൾ, ലൈഫ് സ്കിൽസൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ കുളിക്കണം, എങ്ങനെ ടോയ്ലറ്റ് പോകണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം തുടങ്ങിയിട്ടുള്ള മനുഷ്യൻ്റെ അടിസ്ഥാന സംഗതികൾ ട്രെയിൻ ചെയ്തെടുത്താൽ അവർക്ക് സമൂഹത്തിൽ ഒരുവിധം ഒപ്പിച്ചു പോകാൻ പറ്റും. എന്നാൽ ദയനീയമായ മൂന്നാമത്തെ സാഹചര്യത്തിലുള്ളവരുണ്ട്. ഒരു തരത്തിലുമുള്ള യാതൊരു തരത്തിലുള്ള സമൂഹത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായാലും ഒന്നനങ്ങാൻ പോലും ആവാതെ ഈ ചുമരുകൾക്കുള്ളിൽ കിടക്കുന്ന മനുഷ്യരുണ്ട്. ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക? ഇവിടെയാണ് ഇവരൊക്കെ പറഞ്ഞ സൊസൈറ്റിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. അതായത് പല വികസിത രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പൂർണ്ണമായും രക്ഷിതാക്കളുടെ കസ്റ്റഡിയിൽ മാത്രം നിൽക്കേണ്ടി വരുന്ന ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ പാരൻസ് എന്താണോ അതുവരെ ഏൺ ചെയ്തുകൊണ്ടിരുന്ന സാലറി അത് സർക്കാർ അവർക്ക് പേ ചെയ്യും. ആ കുട്ടിയെ നോക്കുന്നതിന് പല ഒരു ജോലിക്ക് പോകണ്ട. ഇനി അഥവാ അവർ ജോലിയാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിയെ നോക്കാനുള്ള മറ്റ് കെയർ സംവിധാനം ഉണ്ടാവും. ഇതാണ് ഒരു ഡെവലപ്ഡ് സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അല്ലാതെ അവരതോടുകൂടി അവരുടെ ജീവിതം താറും. നിങ്ങൾ ജനിച്ച കുട്ടി ഈ തരത്തിലുള്ള ഒരു കുട്ടിയാണെന്ന് അറിയുന്ന ആ നിമിഷം ആ വീട്ടിലെ ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും ജീവിതം തകരുകയാണ്. ഇനി നമ്മുടെ തന്നെ സമൂഹത്തിലെ ചില ജെൻഡറായിട്ടുള്ള ചില ഇഷ്യൂഡിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളെടുത്ത ഒരു കണക്ക് പ്രകാരം
ഭിന്നശേഷിക്കാരായ പല കുടുംബങ്ങളും ബ്രോക്കൺ ഫാമിലീസാണ്. ആണുങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് തലയിലിട്ട് വിട്ടുകളി. ഇങ്ങനെ കുട്ടി ഉണ്ടാകുന്ന പറയുമ്പോഴേക്ക് പലയിടത്തും പോയി കളി ചെയ്യും, അവർ വേറെ വിവാഹം കഴിച്ച് വേറെ പോകും. അത് അമ്മയുടെ ഉത്തരവാദിത്വം. അത് നമ്മളിവിടെയുള്ള ജെൻഡർ ഇൻഇക്വാലിറ്റിയുടെ കൂടി തുടർച്ചയാണ്. ഞാൻ പറയുന്നതൊക്കെ കണക്ട് ചെയ്ത് കാണേണ്ടതുണ്ട് നമ്മൾ. ഇതോടുകൂടി ഈ അമ്മയും ഈ കുട്ടിയും അടങ്ങുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ജീവിതാവസ്ഥ പരിതാപകരമായ ജീവിതാവസ്ഥയിലേക്ക് പോകും. മെഡിസിൻ പോലും, ഫുഡ് പോലും സാധ്യമല്ലാത്ത തരത്തിൽ. അതിനൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ തദ്ദേശ ഭരണ സംവിധാനങ്ങളൊക്കെ ഏതാണ്ട് ഡെവലപ്പ് ചെയ്ത് പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട് എന്നിട്ട് നന്നായി നടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും സാധാരണ മറ്റു മനുഷ്യർക്കുള്ളതുപോലെ ജീവിതം. നേരത്തെ നിങ്ങൾ പറഞ്ഞ ഓട്ടിസം കുട്ടിയുടെ അമ്മ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീത GP ആണ് പറഞ്ഞിട്ടുള്ളത്. പ്രീത എത്രയോ ചർച്ചകൾ പങ്കെടുക്കുന്ന ആളാണ്. പ്രീതയുടെ ഗഡിയായിരുന്നു. പ്രീതിയൊക്കെ വളരെ രൂക്ഷമായി തന്നെ എനിക്ക് എൻ്റെ കുട്ടി ഉണ്ടായ ശേഷം ഇന്ന് വരെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അവരുടെ മനുഷ്യാവശ്യ പ്രശ്നമല്ലേ, അവർക്ക് പുറത്തു പോകണ്ടേ. അപ്പം ആ രീതിയിലുള്ള ദയനീയമായ സാഹചര്യം. അപ്പോൾ അത് സമൂഹത്തിൻ്റെ ഒട്ടുമേ ഉത്തരവാദിത്തം അല്ലാതായി തീരുന്നതിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വളരെ കാതലായി മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളാണെന്ന്. ജനാധിപത്യം എന്ന് പറയുന്ന, മനുഷ്യാവകാശം എന്ന് പറയുന്ന തലത്തിലാണ് ഇത് കാണുന്നത്. സഹതാപമല്ല, മനുഷ്യാവകാശമാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. വ്യക്തിയുടെ ഉത്തരവാദിത്തമല്ല, അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായി തീരേണ്ടതുണ്ട്. ഭിന്നശേഷി എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റക്കണ്ണോടുകൂടി കാണേണ്ടല്ല, അതീവ സങ്കീർണമായ. ശീതൾ ശ്യാം ഒരിക്കൽ ഈ ട്രാൻസ് ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്കാകെ അറിയുന്ന 3-4 അല്ലെങ്കിൽ നമ്മൾ STBTQ 5-6 നിങ്ങൾ നിർത്തും. ആയിരക്കണക്കിന് വെറൈറ്റീസ് അതിനുള്ളിലുണ്ട്. കേരളത്തിൽ തന്നെ 100 കണക്കിനുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിൽ വേറെ ഒരുപാട് ഇഷ്യൂസ് ഉള്ളവരുണ്ട്. അപ്പം നമുക്കതറിയില്ല. അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ, അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ ഇഷ്യൂവിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ഉൾപ്പിരിവുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വലിനെ തന്നെ അതിൽ നമ്മൾ നോക്കിക്കാണേണ്ട തരത്തിലുള്ള സാമൂഹ്യ തലം ഉയർന്നു വരേണ്ടതുണ്ട്. അത് ഉയർന്നു വരണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ് മാറ്റം വരേണ്ടത്. മനുഷ്യ സമൂഹത്തിൻ്റെ, സൊസൈറ്റിയുടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, ഭരണകൂടങ്ങളുടെ, ഭരണ സംവിധാനങ്ങളുടെ ഇത് ദയനീയമായ സാഹചര്യം കേൾക്കണം. ഇവരാദ്യം ഈ പരാതി കൊണ്ട് പോകേണ്ടത് എടാ. ഇപ്പോൾ കോഴിക്കോട്ടുള്ള ഒരാൾ പോകേണ്ടത് കോഴിക്കോട് കലക്ടറെ കാണാനല്ലേ. കോഴിക്കോട്ടെ കലക്ടറുടെ അടുത്തേക്ക് ഒരു മസ്കുലർ അസ്ട്രോഫിയുള്ള ആൾക്ക് കയറാനാകില്ല. 2nd നിലയിലാണ്, അവിടെ ലിഫ്റ്റും ഇല്ല. തീർന്നോ കഥ? ഇവിടെ എത്ര പഞ്ചായത്ത് ഓഫീസിൽ കയറാൻ പറ്റും? എത്ര വില്ലേജ് ഓഫീസിലേക്ക് പടിക്കെട്ട് കയറി കയറാൻ പറ്റും? നമ്മളെപ്പോലെ ഡെവലപ്പ് ചെയ്ത ഒരു കേരളത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളുടെയും മറ്റ് സൊസൈറ്റിയുടെ അവസ്ഥ ആലോചിച്ചു. ഇത്രയും വളർന്നു. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു വളർച്ചയുടെ ഭാഗം വില്ലേജ് ഓഫീസർ താഴേക്ക് ഇറങ്ങി വരും. എൻ്റെ കൂടെ ആര്യ എന്ന് പറയുന്നൊരു കുട്ടിയുടെ ഞങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ആര്യ രാജ് എന്ന് പറയുന്ന നടക്കാവ് സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയെക്കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാകില്ല. അവളിപ്പോൾ സ്പേസ് സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യരാജ് രാകേഷ് ശർമ്മ KLF വന്ന സമയത്ത് അവൾ അന്ന് 9ാം ക്ലാസ് പഠിക്കും. അവൾ ഏറ്റവും വലിയ ആഗ്രഹം രാകേഷ് ശർമ്മയെ ഒന്ന് കാണണം. കാരണം സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് അവളുടെ ഹീറോ. എന്നിട്ട് ഞാൻ പോയി നമ്മുടെ ഗസ്റ്റ് റൂം മുകളിലാണ്. അപ്പം ഞാൻ രാകേഷ് ശർമ്മയോട് ഇങ്ങനെ ഒരു കുട്ടി കാണുന്നുണ്ടപ്പോൾ അദ്ദേഹം ഇറങ്ങി വരികയും അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച പടം എല്ലാ ഇതിലും വന്നിരുന്നു. അവൾ ഇന്നലെ എനിക്ക് ആ പടം അയച്ചു തന്നു, എൻ്റെ സ്വപ്ന ചിത്രം എന്ന് പറഞ്ഞത്. ഇപ്പോൾ അവൾ അതിൻ്റെ കോഴ്സ് PG ചെയ്ത് കൊടുക്കുക. അത് അത്രമേൽ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ബുദ്ധിപരമായ വളർച്ചയുള്ള വലിയ സപ്പോർട്ട് അച്ഛനും അമ്മയും രാജീവൊക്കെ അത്രമേൽ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി സംവിധാനങ്ങളുണ്ട്. അതില്ലാത്തവരോ തീർച്ചയായിട്ടും ഒരു സൊസൈറ്റിയുടെ ഉത്തരവാദിത്തമായി തന്നെ മാറേണ്ടതുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ചർച്ച, അതും ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ജീവിതാവസ്ഥയിൽ കടന്നു പോകുന്ന അനുഭവങ്ങളോടെ വെച്ച് നടന്നത് ഏതായാലും നന്നായി. ഏതായാലും ഹീര പറഞ്ഞ ഒരു പോയിന്റ് കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഹീര 2ാം ക്ലാസ്സിലെത്തി 3ാം ക്ലാസ്സിലെത്തി ഒരു സാധാരണ സ്കൂളിലേക്ക് പോയത് കൊണ്ടാണ് ഹീരയ്ക്ക് ഇന്ന് യാതൊരു തടസ്സവും ഇല്ലാതെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ് നിരന്തരം ആവശ്യപ്പെടുന്നത് വെച്ചാൽ കാരണം അതാണ്. ഒരു വ്യക്തിയെ വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ സംവിധാനപ്പെടുത്തൽ മാത്രമല്ല വിദ്യാഭ്യാസവും കുട്ടിക്കാലവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാളെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുക, ഫിറ്റ് ഫോർ ലിവിങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവർ ഇൻക്ലൂഷൻ പഠിക്കേണ്ടതുണ്ട്. ഇൻക്ലൂസീവ് സൊസൈറ്റിയിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ. ഇവർക്ക് സ്പെഷ്യൽ സ്കൂൾ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ ജീവിക്കാൻ സ്പെഷ്യൽ ലോകം ഉണ്ടാക്കാൻ പറ്റില്ല. നാളെ എല്ലാവരും ഉള്ള ലോകത്തന്നെ അവർ ജീവിക്കണം. അതുകൊണ്ട് അവർ പഠിക്കേണ്ടതും അവർ ജീവിക്കേണ്ടതും ആ തരത്തിലുള്ള സൊസൈറ്റി തന്നെയാണ്. സൊസൈറ്റിയിലെ മറ്റുള്ളവർ ഇതുപോലുള്ള മനുഷ്യർ കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടതും അതേ സ്കൂളിൻ്റെ അകത്ത് വെച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് സ്പെഷ്യൽ സ്കൂളല്ല, ഇൻക്ലൂസീവ് സ്കൂൾ തന്നെയാണ്. പക്ഷേ ഇൻക്ലൂസീവ് സെറ്റപ്പിലേക്ക് നമ്മുടെ സ്കൂളുകൾ വളർന്നിട്ടില്ല എന്നത് നമ്മുടെ മൊത്തത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ആണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഞാൻ ഈ സന്ദർഭം സമയത്തിൻ്റെ കുറവുകൊണ്ട് മാത്രം ഇവിടെ തൽക്കാലം എൻ്റെ അവസരം. നമ്മൾ ഈ ഇത്തരം സെഷനുകൾ, ഇപ്പം ഞാനും ഹക്കി ഭാഷയുടെ കൂടെ ഇത്തരം സെഷൻ 2ാമത്തേക്ക് തോന്നി. നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മുമ്പ് ഇതേ വിഷയമായി നമ്മൾ ഒരുമിച്ചിരുന്നതാണ്. ഇത്തരം വിഷയങ്ങൾ അതീവ സങ്കീർണമാണ്,
അങ്ങേയറ്റം ഗഹനമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മണിക്കൂർ സെഷനൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയമല്ല എന്ന് ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഹക്കീം മാഷ് പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഒരു മനോഭാവത്തിനകത്തുള്ള ആറ്റിറ്റ്യൂഡിനകത്തുള്ള ഒരു മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ മനോഭാവത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഹക്കീം മാഷെ പോലുള്ള ഒരാൾ പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത്തരമൊരു അനുഭവമുള്ള ആൾ, ഹീരയെ പോലെ അഖിലയെ പോലുള്ള ആളുകൾ, ഭിന്നശേഷി മനുഷ്യന്മാർ ഈ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരേണ്ടതിൻ്റെ ആവശ്യകത ഒരുപക്ഷെ ഏറ്റവും കൃത്യമായി അവർക്ക് അവരുടെ കാഴ്ചപ്പാട് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഹീര കടന്നു വന്ന വഴികളിൽ എന്തായാലും ഹീരയും അഖിലയും ഒക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടും അതിൻ്റെ മുകളിൽ നിൽക്കാൻ യോഗ്യരായ, അതിന് ഭാഗ്യം സിദ്ധിച്ച മനുഷ്യന്മാരാണ്. ഞാൻ ഭാഗ്യം എന്ന വാക്ക് എടുത്തു പറയാൻ കാരണം നമ്മുടെ ലോകം പോലും ഇത്തരത്തിലുള്ള ആളുകൾ വഴിയടച്ച് കളയുന്ന ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഹീര ഈ കോളേജിൽ വന്ന സമയത്ത് നമ്മുടെ ക്യാമ്പസ് ബാരിയർ ഫ്രീ ക്യാമ്പസ് ആക്കാൻ വേണ്ടി നമ്മുടെ കോളേജ് അധികാരികളെടുത്ത് നിവേദനം കൊടുത്ത ഒരാളാണ്. എന്തുമാത്രം ഫലം അതിനുണ്ടായിരുന്ന കാര്യത്തിൽ സംശയമുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും അത്തരത്തിലുള്ള ഈ എന്താ പറയുക ഭിന്നശേഷി സൗഹൃദമല്ലാത്ത അന്തരീക്ഷങ്ങൾ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഹക്കീം മാഷ് പറഞ്ഞ പോലെ കേരളം ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും? അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ സാമൂഹിക മനോഭാവങ്ങൾ എന്തുമാത്രം വ്യത്യസ്തമാകേണ്ടതുണ്ട്, എന്തെല്ലാം മാറ്റങ്ങൾ മനുഷ്യരുടെ ഭിന്നശേഷി മനുഷ്യന്മാരുമായി ഇടപെടലിൽ ഉണ്ടാകേണ്ടതുണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ച് ഹീര ഹക്കീം മാഷ് പറഞ്ഞ കാര്യങ്ങളോട് ചില കൂട്ടിച്ചേർപ്പ് നടത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം. മാഷ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ കോളേജ് തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഹക്കീം മാഷ് അതിൽ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ ഭിന്നശേഷി വിഭാഗത്തിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവർ തന്നെയാണ് ഞങ്ങൾ. ഇപ്പം നമ്മുടെ ഈ ക്യാമ്പസിൽ ഈ PhD ചെയ്യുന്ന ഞങ്ങൾ 2 പേര് മാത്രമല്ല ഭിന്നശേഷിക്കാരായിട്ടുള്ളത്. ഡിഗ്രിക്കും PGക്കും പലതരത്തിൽ, ഇപ്പോൾ കാഴ്ചാപരിമിതി ഉൾപ്പെടെ പലതരത്തിൽ ഭിന്നശേഷി അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് ഞങ്ങൾ പറഞ്ഞതായിരിക്കില്ല പറയാനുണ്ടാവുക. ഞങ്ങൾ കുറച്ചും കൂടെ നമ്മളൊരു പാനൽ ഡിസ്കഷൻ അതിൻ്റെ ഒരു ആധികാരികതയിൽ നിന്നേ സംസാരിക്കുള്ളൂ. അനുഭവങ്ങൾ പറയുകയാണെങ്കിലും നമുക്ക് നമ്മുടെ സമൂഹം പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഇത് പറയരുത്, ഇത് പൊതുസമൂഹത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് പലതരത്തിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്യാൻ പ്രാപ്തരായതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. അത്രയും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന പലരും ഈ സ്റ്റേജിൻ്റെ പുറത്തും അല്ലെങ്കിൽ ഈ കോളേജിൻ്റെ പുറത്തുമുണ്ട്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ ഞങ്ങൾ പറയുന്നതിനും തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇനി സ്റ്റാലിൻ മാഷ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കുള്ള ഈ മനോഭാവങ്ങൾ നമ്മൾ പല രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനതാണ് ആദ്യം പറഞ്ഞത്, ഈ സ്പെഷ്യൽ സ്കൂളുകളിൽ രണ്ടും വേണം നമുക്ക്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വിഭാവനം എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സ്പെഷ്യൽ സ്കൂളുകളും അല്ലാത്ത സ്കൂളുകളും സംയുക്തമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒന്നാണ്. ഒന്ന് വേണം ഒന്ന് വേണ്ട എന്നല്ല പറയേണ്ടത്, രണ്ടും നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഒരു 10-40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഭിന്നശേഷിക്കാരായ ഒരു കുട്ടി ഫേസ് ചെയ്യുന്ന ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പോൾ ഓരോരുത്തരുടെ, ഇപ്പം അഖില പറഞ്ഞൊരു കാര്യം അതിനോട് ചേർത്ത് വെച്ച് വായിക്കണം. ഇപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലല്ല അഖിലേനെ ട്രീറ്റ് ചെയ്യേണ്ടത്, ആ രീതിയിലല്ല വേറെ ഇൻ്റലക്ച്വലി ഡിസേബിൾ ആയിട്ടുള്ള ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബ്ലൈൻഡ്, ഒരു ഡെഫ്, ഒരു മറ്റ് ചലനശേഷിയുള്ള ഒരു കുട്ടി, ഈ 3 പേരെയും ഒരേ തരത്തിൽ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല. അപ്പം അങ്ങനെ വരുന്ന ഒരു സമയത്ത് അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളും കുറവാണ്. അപ്പം ആദ്യം ഈ ഒരു സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒരു ബേസിൽ നമുക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ അറ്റൻഷൻ നൽകി അവരുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തെത്തിക്കാൻ പറ്റുകയാണെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം വരും. ഞാൻ അങ്ങനെ ധൈര്യം ആർജിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പറയുന്നത്. ഇല്ല, നമ്മൾ ആദ്യമേ അങ്ങനെ വരികയാണെങ്കിൽ കൃത്യമായ അറ്റൻഷൻ കിട്ടാതെ വരുമ്പോൾ ഉൾവലിഞ്ഞു പോകാനുള്ള ധാരാളം സാധ്യതകളാണ്. അതിൻ്റെ പ്രധാന കാരണം ഹക്കീം മാഷ് പറഞ്ഞ പോലെ മനോഭാവമാണ് മറ്റുള്ളവരുടെ. അതായത് എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞാൽ പോലും അയ്യോ കണ്ണ് കാണില്ലല്ലോ, മോള് എന്നിട്ട് എങ്ങനെയാ നടക്കുക, മോളെ എങ്ങനെയാ ചെയ്യുക. ഇപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെ കുളിക്കുക, എങ്ങനെ ഭക്ഷണം കഴിക്കുക. അതായത് എല്ലാത്തിനും കാഴ്ച എന്ന് പറയുന്ന ഒരു ഘടകം അത്യാവശ്യമാണ്. അതില്ലാണ്ട് നമുക്ക് പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള സമൂഹത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിന്ന് പോകുന്നത്. അപ്പം ആ ഒരു സഹതാപം വരുന്നൊരു സമയത്ത് എന്തിനാ ഇപ്പോൾ കൂടുതൽ ചെയ്തിട്ട് എന്നൊരു ധാരണ നമുക്ക് തന്നെ വരും. ഉൾവലിഞ്ഞ് പോകാനുള്ള ഒരു സാധ്യതയും വരും. അതിപ്പോൾ അതെത്ര നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടോ എത്രയൊക്കെ മുന്നോട്ട് വന്നാൽ പോലും
ആ ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ ഹക്കീം മാഷ് പറഞ്ഞു, നമ്മുടെ എത്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് അധികാരികളെ കാണാൻ എത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അതേ അധികാര സ്ഥാനത്ത് നിന്ന് ഭിന്നശേഷിക്കാർ എത്തുന്നുണ്ട്. ആ എത്തുമ്പോൾ അവരെങ്ങനെ ജോലി ചെയ്യും? 2ാം നില സ്റ്റെപ്പ് കയറിയിട്ട് ഒരു വില്ലേജ് ഓഫീസർ ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് കളക്ടറായിട്ട് കാഴ്ചപരിമിതരായിട്ടുള്ളവർ എത്തുന്നുണ്ട്. അവര് എങ്ങനെ പോകും? അപ്പൊ നമ്മുടെ സംവിധാനങ്ങൾ തന്നെ മൊത്തം മാറ്റേണ്ടതുണ്ട്. ആ മാറ്റം മുൻപ് മനോഭാവങ്ങൾ മാറ്റണം. ഇപ്പോ അഖില പറഞ്ഞു, ഞങ്ങൾക്ക് സപ്പോർട്ടാണ് വേണ്ടത്, അല്ലാതെ സഹതാപമല്ല. സഹതാപം വരുമ്പോൾ നമുക്ക് നമ്മുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്നും പറ്റില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചത് രണ്ടും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സഹതാപം തരുന്ന ആ ഭാഗത്തേക്ക് കൂടുതൽ മൈൻഡാക്കാതിരിക്കുകയാണ് ഞാൻ പേഴ്സണലി എടുക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. കാരണം അതെന്നെ എവിടെ എത്തിക്കില്ല എന്നുള്ള ധാരണ എനിക്ക് നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതല്ലാതെ നമുക്ക് എവിടെയാണോ വളരാൻ വേണ്ട, ഇപ്പോൾ മരം അതിൻ്റെ വേരുകൾ വെള്ളമുള്ളിടത്തേക്കാണ് പോവുക. ആ ഒരു രീതിയിൽ എവിടെയാണോ എനിക്ക് വളരാൻ വേണ്ട സാഹചര്യം അതിലേക്ക് ഞാൻ മാറും. അല്ലാത്ത ഭാഗത്തെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് നിലവിൽ ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും അത് ഒരുപോലെ ചെയ്യാൻ പറ്റണം എന്നില്ല. അതിന് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മാറിയേ പറ്റൂ. അത് ഇപ്പോൾ ഈ കലാലയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾക്ക് ഇടവരുത്താനുള്ള സാഹചര്യം ഉണ്ട്. എങ്കിലും ഇത്തരം ഒരു സാഹചര്യത്തിൽ പറയാണ്, എങ്ങനെയാണ് അവളത് ചെയ്യുക എന്ന ആശങ്കയ്ക്ക് പകരം അവൾക്കും കൂടി എന്താ അത് ചെയ്താൽ എന്ന് മാറ്റി ചിന്തിക്കാനും ആ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും നമ്മൾ വില്ലിങ് ആയാൽ കൂടുതൽ നന്നായിരിക്കുമെന്ന ഒരു അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഖില ഈ പറഞ്ഞ കാര്യത്തോട് എന്തെങ്കിലും ഒരു കാര്യം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൂട്ടിച്ചേർക്കണം. കാരണം കൂടുതൽ ചോദ്യങ്ങളിലേക്കുള്ള സമയമില്ല. അതുകൊണ്ടാണ് ചോദ്യം ഒന്ന് ആവർത്തിക്കണം. ഇപ്പോൾ ഇത്രയും നേരം 3 പേരും സംസാരിച്ചു. സാറും പറഞ്ഞു ഇതൊന്ന് എന്താണ് ഇത്തരം എന്നെപ്പോലെ അല്ലെങ്കിൽ ഹീരെ പോലെ അല്ലെങ്കിൽ അതുപോലെ മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടുന്നത് സഹതാപമല്ല, സപ്പോർട്ടാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇപ്പം വിദ്യാഭ്യാസമൊക്കെ നൽകുന്നതിന് സമൂഹത്തിൽ ഒരുപാട് അവസരമുണ്ട്. പക്ഷേ ഈ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് തൊഴിൽ രംഗത്തേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. അതിനുള്ള ഒരു സപ്പോർട്ട് പലർക്കും പല ജോലികൾ ചെയ്യാനുള്ള കഴിവുണ്ട്. എല്ലാവർക്കും ഉയർന്ന തരത്തിലൊന്നും എത്താൻ പറ്റിയില്ലെങ്കിലും ഓരോരുത്തർക്കും പറ്റുന്നതെന്തോ അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാനുള്ള അത്തരം എന്താണ് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ സമൂഹം, ഇപ്പോൾ ഹക്കീം സാറെ പോലെയുള്ള ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്താൽ വളരെ നല്ലതാണ് എന്നുള്ള. ഇപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് പോകാൻ കഴിയാത്തവർ ഈ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും നിർമ്മാണം ഇപ്പോൾ കുട നിർമ്മാണം, പേന നിർമ്മാണം, പിന്നെ അല്ലെങ്കിൽ അതുപോലെ അച്ചാറ്, അപ്പങ്ങൾ അങ്ങനെയൊക്കെ ആക്കുന്നത്. പിന്നെ ചിലർ ഈ പൂന്തോട്ട പരിപാലനം, അത് കഴിഞ്ഞ് വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ളവരാണെങ്കിൽ ഓഫീസുകളിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന. അപ്പം അങ്ങനെ ഉള്ള ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയാൽ അതായിരിക്കും ഇത്തരം ആളുകളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. ഈ വർഷം ഐക്യരാഷ്ട്രസഭയുടെ സ്ലോഗൻ, ഭിന്നശേഷി ദിനത്തിൻ്റെ സ്ലോഗൻ ഇതായിരുന്നു. ഈ സസ്റ്റൈനബിൾ ഗോൾ കൈവരിക്കുന്നതിൽ തൊഴിൽ ചേർത്തുകൊണ്ടുള്ള ഭിന്നശേഷിക്കാരുടെ തൊഴിലധിഷ്ഠിത പുനരധിവാസം, അതായിരുന്നു ഇത്തവണത്തെ ഗോള്. ഏതാണ്ട് അത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതിലേക്ക് തന്നെയാണ് എത്തേണ്ടതെങ്കിൽ അവരെ തന്നെ അതിന് എക്യൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പാരൻസിലൂടെ അത് എക്യൂപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒറ്റ കാര്യം മക്കളെ നിങ്ങളോട് എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഡിസബിലിറ്റിയെക്കുറിച്ച് ആദ്യം അദ്ദേഹം പറഞ്ഞു, ആ വാക്കുണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നം കൂടി ഒറ്റെന്ന് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാൻ. നേരത്തെ അവർ പറഞ്ഞു ഒരു ചെറിയ വീഴ്ച പറ്റിയാൽ അല്ലെങ്കിൽ പറഞ്ഞു നമ്മൾ ഡിസേബിൾഡ് ആവും. വീഴ്ച വേണ്ട, നിങ്ങൾ ഗർഭിണിയായാൽ നിങ്ങൾ ഡിസേബിൾഡ് ആയി, സാധനത്തോടെ ഇരിക്കാനാവില്ല, അപ്പോൾ ഒരു കയറ് വേണം. മനുഷ്യൻ്റെ ഏത് ജീവിതാവസ്ഥയിൽ, അതായത് നമ്മൾ ഈ ലോകത്തെ ക്രമീകരിച്ചിട്ടുള്ളത്, ഈ ലോകത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഭൂരിപക്ഷ ആളുകളുടെ സൗകര്യാർത്ഥമാണ്. ന്യൂനപക്ഷമായിട്ടുള്ള ഒരു മനുഷ്യരെയും ഒരു കാര്യത്തിൽ നമ്മൾ പരിഗണിച്ചിട്ടില്ല.
ഈ ലോകത്തിൻ്റെ ഈ റീഡിസൈനിങ്, ഈ തിരിച്ച് ഉള്ള ഡിസൈനിങ്ങിൻ്റെ പേരാണ് ജനാധിപത്യം. അതായത് ന്യൂനപക്ഷത്തിന് നൽകുന്ന പരിഗണന പേരാണ് ജനാധിപത്യം. അങ്ങനെ ഓരോ മേഖലയിൽ ചെയ്തു വരുന്നിടത്ത് ഭിന്നശേഷിക്കാർക്ക് കൂടി പറ്റുന്ന തരത്തിലേക്ക് ലോകത്തെ പുനഃക്രമീകരിക്കുക എന്നുള്ളതാണ്. ഒറ്റ ഉദാഹരണം പറയുന്നത് മനസ്സിലാവും. നമ്മുടെ എല്ലാ വാഹനങ്ങളുടെയും കാറിൻ്റെ ഡ്രൈവിംഗ് ഇങ്ങനെ പിടിക്കുന്നതാണ്, ആണല്ലോ സ്റ്റിയറിംഗ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? കൂടുതൽ ആളുകളുടെ കൈ ഇങ്ങനെ ആയതുകൊണ്ടാണ്. കൂടുതൽ ആളുകളുടെ കൈ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ കമ്പനികളും കാറുണ്ടാക്കി ഇങ്ങനെ പിടിക്കാനായിരുന്നു. അപ്പോൾ ആരാകുമായിരുന്നു ഡിസേബിൾഡ്? ഈ കൈയുള്ള ഞാനാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് ലോകം എങ്ങനെ ക്രമീകരിച്ചു, ഭൂരിപക്ഷം അവരുടെ സൗകര്യം അനുസരിച്ച് ലോകത്തെ ക്രമീകരിച്ചപ്പോഴാണ്. എല്ലാവർക്കും കയറാൻ പറ്റുന്ന കാലുണ്ട് എന്ന ധാരണയിലാണ് കളക്ടർ ഓഫീസ് ഉണ്ടാക്കിയത്. കയറാൻ പറ്റാത്ത കാലുണ്ട് എന്ന് കാണുന്നതിൻ്റെ പേരാണ് ജനാധിപത്യം. ഈ റീഡിസൈനിങ്ങിനുള്ള ശ്രമമാവണം കുട്ടികളിൽ നിന്ന്, രാഷ്ട്രീയ സംഘടനകളിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന് എല്ലായിടത്തും ഉയർന്നു വരേണ്ടത്. അതിനാണ് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ഹിമാഷ് ഏറ്റവും കൃത്യമായ കൺക്ലൂഷനാണ് തന്നത്. കാരണം നമ്മുടെ കാലത്ത് ഈ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ചടങ്ങുകൾ, ഇത്തരം ചർച്ചകൾ, എഴുത്തുകൾ, പഠനങ്ങൾ, ഭിന്നശേഷി പഠനം നമ്മുടെ കാലത്ത് സജീവമായ ഒരു അക്കാദമിക വിഷയമായി ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ പൊതുസമൂഹം കൂടുതൽ ബാരിയർ ഫ്രീ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. പറയുന്നിടങ്ങളിലെല്ലാം, ചെല്ലുന്നിടങ്ങളിലെല്ലാം ഹക്കീമാഷെ പോലുള്ള ആളുകൾ, വലിയ സേവന സന്നദ്ധരായ ആളുകൾ ഭിന്നശേഷി മേഖലയിൽ ഇടപെടുന്ന ഒരു കാലം ഏറെക്കുറെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമൂഹം ഈ പ്രശ്നം, ഈ അവസ്ഥ സജീവമായി ഏറ്റെടുത്തു എന്നൊരു തെളിവുകളാണ് ഈ കേട്ടിരിക്കുന്ന ആളുകളൊക്കെയും. എന്തായാലും ആശാവഹമായ ഒരു ലോകത്താണ്, ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. എന്തായാലും എന്തെങ്കിലും ശാരീരികമായ മാനസികമായ അവസ്ഥ കൊണ്ട്, വ്യത്യാസങ്ങളുണ്ട്, ആ വ്യത്യാസങ്ങൾ മനുഷ്യരെ മാറ്റി നിർത്താനുള്ള കാരണങ്ങളായി മാറാതിരിക്കട്ടെ. അത്തരം കാരണങ്ങളുണ്ടെങ്കിൽ, അത്തരം ഒഴിച്ചിരുത്തലുണ്ടെങ്കിൽ, അത്തരം പാർശ്വവൽക്കരണങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റി തീർത്ത് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു ലോകം പണിയാനുള്ള രാഷ്ട്രീയമായ ബാധ്യത, ഇച്ഛാശക്തി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ ആ ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഒരു സെഷൻ ഈ ഒരു ബുക്ക് ഫെയറിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതിൽ ഇതിൻ്റെ സംഘടകരെ ഞാൻ അനുമോദിക്കുന്നു. കാരണം നമ്മൾ ഒരു ഗവേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം മേഖലകളിൽ നടത്തിയ പഠനം എന്ന് പറയുന്നത്, ഇത്തരം ഡിസേബിൾ ആയിട്ടുള്ളവരെ പരിചരിക്കുന്നവർക്ക് കൃത്യമായ കൗൺസിലിംഗ് കൊടുത്തിട്ടില്ല. നമുക്കറിയാം, വളരെ വിവാദമായ സൗദി അറേബ്യയിൽ ഒരു ഡ്രൈവർ ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയേക്ക് കൈ ഓങ്ങിയപ്പോൾ തട്ടിയിട്ട് വലിയൊരു പണപ്പെരുവെള്ളം നടത്തി എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇത്തരം ആൾക്കാരുടെ സമീപനങ്ങൾ എങ്ങനെയാണ്? ഇത്തരം ആൾക്കാരോടുള്ള സമീപനം, അവർ ചിലപ്പോൾ മുഖത്ത് തുപ്പിയാൽ പോലും നമ്മൾ അവരോട് ക്ഷമിച്ച് നിൽക്കണം. അത്തരം ഒരു ട്രെയിനിങ് ഇത്തരം കലാലയങ്ങളിൽ കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ കണ്ണൂരിലൊരു വിവാദം നടക്കുന്നുണ്ട്. ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ടീച്ചർമാർ കെട്ടിയിട്ട്, ശല്യം കുറയണം എന്നുള്ള രീതിയിൽ കെട്ടിയിട്ട്, അപ്പം അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇത്തരം ആൾക്കാരെ ട്രെയിനിങ് കൊടുക്കുന്നവർക്ക് കൃത്യമായ, അത് ഡ്രൈവറായാലും ആയയായാലും കലാലയത്തിലുള്ള ടീച്ചർമാരായാലും അങ്ങനെയുള്ള ഒരു കൃത്യമായ ട്രെയിനിങ് കൊടുക്കണമെന്നാണ് കാലടി പ്രകൃതി പഠന കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദേശം പറയാനുള്ളത്. വളരെ കൃത്യമായ ഒരു അഭിപ്രായമാണ്. ഈ കഴിഞ്ഞ അധ്യാപക പരിശീലനത്തിൽ 1 മുതൽ 12 വരെ കൊടുത്ത വെക്കേഷൻ കാലത്ത് 4 ദിവസത്തെ അധ്യാപക പരിശീലനത്തിൽ ഹാഫ് ഡേ ഡിസബിലിറ്റി മാനേജ്മെൻ്റ് ആയിരുന്നു. കോളേജ് തലത്തിൽ ആ രീതിയിലുള്ള ഒരു ഉണർവുണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ മേഖലയിലുള്ള എല്ലാ ആളുകൾക്കും ഡിസബിലിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായ ധാരണ, നേരത്തെ പറഞ്ഞ ആറ്റിറ്റ്യൂഡൽ ബാരിയർ മാറ്റം നടക്കമുള്ള കാര്യത്തിലേക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നല്ല അഭിപ്രായമാണ്. നമ്മുടെ സെഷൻ്റെ സമയം അവസാനിച്ചുകൊണ്ട് അവിടെ അവസാനിക്കാൻ ചർച്ച തുടരേണ്ടതാണ്. അത് ഈ ക്യാമ്പസിന് പുറത്തേക്ക് നടക്കട്ടെ.